ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എയർപോർട്ടും ഈ ഒരു വ്യൂ പോയിൻ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ട് ഭാഗത്താണ്. അല്ല, നമുക്കിത് ഇവിടെ പോയാലേ നമുക്ക് യൂ ടേൺ അടിച്ച് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് യൂ ടേൺ അടിക്കാനുള്ളത്. യൂ ടേൺ അടിച്ചിട്ട് നമ്മൾ വന്ന പോലെ അങ്ങോട്ട് തന്നെ പോകണം. ഇപ്പോൾ നമ്മൾ യൂ ടേൺ അടിച്ചിട്ട് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകണം. പക്ഷേ അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ പോകും. നമുക്ക് അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് അടിക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് നേരെ ആ പാലത്തിൻ്റെ അടിയിൽ നിന്നും നമുക്ക് ലെഫ്റ്റ് അടിക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നത് മറ്റേ സോളാർ പാനലില്ലേ, സോളാർ പാനൽ. ആ സാധനമാണ് നിറയെ വെച്ചിരിക്കണം. എയർപോർട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റേ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് നേരെ കുറച്ചും കൂടി ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ. അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ തല മേലെ കൂടെ വന്നിട്ട് ലാൻഡാവും. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഇഷ്ടംപോലെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. എയർപോർട്ടിലുള്ള ആവശ്യത്തിനായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്കിത് അവിടെ എവിടെയും വണ്ടി നിർത്തിയിട്ട് നമുക്ക് നോക്കാം വല്ല ഫ്ലൈറ്റ് ഉണ്ടാകുന്നു. ഇത് വെറും പട്ടി ഷോ ആണ് കേട്ടോ, വേറൊന്നുമല്ല. എന്തായാലും വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോവല്ലേ, ബോറടിച്ചിട്ട്. പാലക്കാട് തുടങ്ങിയിട്ട് എറണാകുളം പോലെ ബൈക്കിൽ പോയപ്പോൾ ഒന്ന് ബോറടിച്ചു. അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഒന്ന് അത് ടേക്ക് ഓഫ് ആയിട്ട് വേണം റൺവേയിൽ കയറിയിട്ട് അതിനും പോകാൻ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു സ്പോട്ടിക്ക്. ഇവിടെ നിന്നിട്ടുണ്ട് പറഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ടേക്ക് ഓഫ് കാണാൻ പറ്റും കേട്ടോ. ലാൻഡിങ് ഇവിടെ നിന്ന് കുറവാണ്, പക്ഷേ ടേക്ക് ഓഫ് മാത്രം ഇവിടെ നിന്ന് സൂപ്പറായിട്ട് കാണാൻ പറ്റും. നമ്മളിതാ ഇവിടെ ബൈക്ക് നിർത്തിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാം. ഇവിടെ നിന്നിട്ടുണ്ട് പറഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം. എന്തെങ്കിലും നോക്കണമല്ലോ, ഇന്ന് എന്തെങ്കിലും കാണുമോ നോക്കണം. ഇന്ന് കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് കുറവായിരിക്കും, ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെയും ഞായറാഴ്ച വൈകിട്ടൊക്കെയാണ് കൂടുതലെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും വന്നു. വെറുതെ നമുക്ക് നോക്കിയിട്ട് പോവാം. വല്ലതും കിട്ടിയാലോ അല്ലേ? കിട്ടും, കിട്ടാതിരിക്കില്ല. അതായത് എൻ്റെ ഭാഗം അത്ര ഉണ്ട്. ആ ലാസ്റ്റ് കാണുന്ന മതിലിൻ്റെ അത്രയ്ക്കുണ്ട് എയർപോർട്ടിൻ്റെ സ്ഥലം. ഇതൊക്കെ എയർപോർട്ട് പണി നടക്കുന്ന സമയത്ത് മണ്ണെടുത്തിട്ട് ഇങ്ങനെ കുഴി വയ്ക്കുകയാണെന്നാണ് തോന്നുന്നത്. അവിടെ നിന്നൊരു ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ടേക്ക് ഓഫ് ആവും. ടേക്ക് ഓഫ് ആകാറായിട്ടുണ്ട്. അത് അവിടെ നിന്ന് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ തലൻ്റെ മേലെ കൂടെ പോവും. നമുക്കിനി ഇവിടെ നിന്ന് കാണാം. അത് പോയിട്ടാ, അത് ഇനിയിപ്പോൾ അടുത്ത് വരും. അതാ അടുത്തല്ലേ, അത് വലിയ ഫ്ലൈറ്റ് ആണല്ലോ. അതെ, ഇത് ബോയിങ് 777. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതാണ് വലുത്. ഓ, അത് ഇൻഡിഗോ ചെറുതാണ് തോന്നുന്നല്ലേ? ATR ആണ് അല്ലല്ലോ. ഇൻഡിഗോ ഇപ്പോൾ ഇവിടെ നിന്ന് എമിറേറ്റ്സ് ഇപ്പോൾ ഏത് ഭാഗത്തോട്ടാ? എന്തായാലും ഇങ്ങോട്ടേ പോകുള്ളൂ. ഇങ്ങോട്ട് തന്നെ അല്ലേ? അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോകും. അത് ചെറുതാണല്ലോ അപ്പുറത്തെ കുഞ്ഞ്. നല്ല രസമില്ല, ഒരു സമയം പോക്ക്. സൗണ്ട് ഭയങ്കരമായിരിക്കും. അതെയാ, ഇവിടെ നിന്നാ കറക്റ്റായി കാണാല്ലേ? ഭയങ്കര പവർഫുൾ എഞ്ചിനാണ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് മാത്രമല്ല, രാവിലെ വരും. ഇത് വെളുപ്പിന് ഞാൻ ഫ്ലൈറ്റ് റഡാർ നോക്കും. അങ്ങനെ ഇതിപ്പോ ഇൻഡിഗോ ഇതിലിങ്ങനെ നോക്കിട്ട് കിട്ടും. ഇപ്പൊ കണ്ട ചെന്നൈക്ക് പോണ ഇൻഡിഗോയാണിത്. ചെറുതില്ലേ? എമിറേറ്റ്സ് എന്താ ദുബായ്. ഇത് ഈ സമയത്ത് എല്ലാ ദിവസവും ഉണ്ട്. ഓ, എമിറേറ്റ്സ് ദുബായ്ക്ക് പോകണം. ഡെയിലി ഉണ്ടോ? ഡെയിലി ഉണ്ട്, ഒരു ദിവസം മിസ്സാവില്ല. ഈ ഫ്ലൈറ്റിന് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഡെയിലി സർവീസ് നടത്തുന്നുണ്ട്. ഡെയിലി സർവീസ് വെളുപ്പിന് 3 മണിക്ക് ഉണ്ട്. ഇത് സെയിം ഇത് വരുന്ന ഇൻഡിഗോ ആണ് തോന്നുന്നില്ലേ? അത് അവിടെ നിന്ന് ടേക്ക് ഓഫ് ആവും. ആ ഒരു ഭാഗത്ത് ടേക്ക് ഓഫ് ആണെങ്കിൽ അവിടെ പോയി അവിടെ കറക്റ്റായി കാണാമല്ലോ അല്ലേ? ശരി, എന്തായാലും ആ ഒരു ഫ്ലൈറ്റും കൂടി പോട്ടെ, എന്നിട്ട് കാണാം. ഇത് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാം.
പക്ഷെ എമിറേറ്റ്സ് നേരെ കാണാൻ പറ്റി തോന്നുന്നില്ലേ. ആ ഇങ്ങോട്ട് പോവാ തോന്നും. വരുന്നുണ്ട്. അയ്യോ ശേ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാളിനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളവർ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ബ്രോ നമുക്ക് നല്ലൊരു വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേറെ സ്പോട്ട് ഉണ്ട് പറഞ്ഞു. കറക്റ്റായിട്ട് നമുക്ക് ടേക്ക് ഓഫ് കറക്റ്റായിട്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട്. അവരിടയ്ക്ക് ഇങ്ങനെ വന്ന് കാണാറുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പോട്ട് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ ബാക്കിൽ പോകുന്നുണ്ട്. കറക്റ്റ് റൈറ്റ് സൈഡ് എയർപോർട്ടും നമ്മളത് ഈ റോഡിൽ കൂടെ പോകാം. എന്തായാലും നമുക്ക് ആ ഒരു ലൊക്കേഷൻ എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ എന്താണ് ലെഫ്റ്റ് സൈഡ് കുറേ കപ്പത്തോട്ടമുണ്ട്. കപ്പ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമ്മുടെ എയർപോർട്ടിൻ്റെ റൺവേ ആണ്. പിന്നെ അവിടെ റഡാറൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ അത് സ്ലോ ആയില്ലേ. ഇത് കുറച്ച് വലുതാണല്ലോ. ചെറുതാണോ? ഇത് ചെറുതാണോ? ഇതിൽ വെച്ച് വലുതാണ് ഇൻഡിഗോ. സൗണ്ട് ആയിരിക്കുമല്ലോ. അവിടെ നിങ്ങളുടെ ലാൻഡിങ് കുറവാണല്ലേ? അവിടെ നിന്ന് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു ഉച്ചയ്ക്ക് തുടങ്ങും. അതെ രാവിലെ ഇപ്പൊ കുറവാണ്. പണ്ട് ആ എയർ ഇന്ത്യയാണ് കറക്റ്റാണ് പറഞ്ഞത്. ഇപ്പൊ അവിടെ തന്നെ നിന്നാ. ഓ എയർ ഇന്ത്യ. ഇപ്പൊ അങ്ങോട്ട് പോകുന്നു. ഇനി ഇതിപ്പോ ആ സൈഡിൽ കൂടെ വരില്ലേ? തിരിച്ച് പോകാം. തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതാണ്. അവിടെ നിന്ന് സ്ലോ ചെയ്ത്. അപ്പൊ എയർ ഇന്ത്യ പോയ അവിടേക്ക് പോലും പോകില്ല തോന്നുന്നു. അങ്ങോട്ട് പോകുന്നുണ്ട്.
ലാൻഡ് ചെയ്ത്. ചെറുതാണ്. കിലോമീറ്റർ ഈ ഒരു ഭാഗത്ത് കൂടെ വരുന്നില്ലേ? പോയോ? വെയിലായതുകൊണ്ടേ കിട്ടുള്ളൂ. ഇന്ത്യൻ ആർമിൻ്റെ ഫ്ലൈറ്റാണ്. പക്ഷേ ഇവിടേക്ക് എത്തുമോയെന്നറിയില്ല. സാധനം ഭയങ്കര ചെറുതാണ്.